എല്ലാവർക്കും സച്ചൂസ് ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഞാനൊരു മാമ്പഴ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. ഇവയെല്ലാമാണ് മാമ്പഴ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അതിന് ഏലക്ക, ചൊവ്വരി, 250 ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ്, മാമ്പഴം, നെയ്യ്, വളരെ ചെറിയ ചൊവ്വരിയാണ്. 2 ടേബിൾ സ്പൂൺ ചൊവ്വരി എടുത്തിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് വെക്കും. ഇതൊന്ന് സോക്ക് ചെയ്യാം. മാങ്ങയും ക്യാരറ്റും ഒക്കെ ഞാൻ നന്നായി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റും മാമ്പഴവും ഒന്ന് വേവിച്ചെടുക്കാം. രണ്ടും ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ടു വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിത് കുക്ക് ചെയ്യാൻ വെച്ചു. ഒരു നുള്ള് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്തു. മാമ്പഴവും ക്യാരറ്റും വേവിച്ചെടുത്ത് വെച്ചു. ഇനി നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. മാമ്പഴം അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം. ചൂടായ നെയ്യിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മുന്തിരി മാത്രം മതി, കാഷ്നട്ടിൻ്റെ ആവശ്യമില്ല. ഇനി നെയ്യിലേക്ക് നമുക്ക് മാമ്പഴം അരച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ആ 4 ഏലക്ക പൊടിച്ച കുരു മാത്രം പൊടിച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ചൗരി ചേർത്ത് കൊടുത്തു. ചൗരി നന്നായിട്ട് വേവുന്നുണ്ട്. വേവിച്ച ചൗരി നമുക്ക് ഡ്രെയിൻ ചെയ്ത് മാറ്റാം. വെള്ളമെല്ലാം വാർന്നു പോയതിന് ശേഷം നമുക്കതിലേക്ക് മധുരത്തിന് വേണ്ടി നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരയാണ്. ശർക്കര അല്പം ഡാർക്ക് കളറാണ്, അതുകൊണ്ടാണ് ഇങ്ങനൊരു കളർ വന്നത്. നല്ല വെള്ള ശർക്കര എടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം കുറച്ച് നല്ല കളർ കിട്ടും. വെള്ള ശർക്കര ആകുമ്പോൾ ആ മാമ്പഴത്തിൻ്റെ ആ യെല്ലോ കളർ തന്നെ നമുക്ക് കറക്റ്റ് യെല്ലോ കളർ കിട്ടും. കുറച്ച് നേരം ഈ നെയ്യിൽ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റാം. കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാം. ഇത് 2ാം പാലാണ്. 1/4 കപ്പ് ഉണ്ടോ, ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തു. അതിൻ്റെ 1ാം പാലാണ്. 1/2 ഗ്ലാസ് 1ാം പാലുണ്ട്. 1ാം പാൽ ചേർത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. വളരെ ഒരു ചെറിയ ക്വാണ്ടിറ്റി പായസമാണ് ഞാൻ ഉണ്ടാക്കിയത്. അതൊരു 2 ഗ്ലാസ് വരും. ഒന്നാം പാലും ചേർത്തു. വറുത്ത് വെച്ച കിസ്മിസ് കൂടി ഇതിൽ ചേർക്കാം. ശർക്കര ഒരു 100 ഗ്രാമേ ചേർക്കേണ്ടി വന്നോളൂ ഈ ഒരു മാങ്ങയ്ക്ക്. എന്തെന്നാൽ മാങ്ങ നല്ല മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ നല്ല മധുരമുണ്ട്. അങ്ങനെ മാമ്പഴ പായസം റെഡിയായി. മാമ്പഴക്കാലമാണല്ലോ, നിങ്ങളെല്ലാവരും ഇതുപോലെ മാമ്പഴ പായസം തയ്യാറാക്കണം. അപ്പോൾ ഈ ടേസ്റ്റിയായ പായസം കുടിച്ചിട്ട് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.